കേരള PSCയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം പകരുന്നൊരു വാർത്തയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾ 26 വയസ്സ് വരെയുള്ള യൂണിഫോം പോസ്റ്റുകളുടെ പ്രായം ഉയർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനു മുൻപ് മറ്റുള്ള പോസ്റ്റുകളുടെ പ്രായവും ഉയർത്തിയിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഏജ് ലിമിറ്റിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഏജിൽ പ്രധാനമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള പോസ്റ്റിൻ്റെ എല്ലാം ഏജ് ഇപ്പോൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് 26 വയസ്സ് വരെ ആയിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള പോസ്റ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും 30 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സ് വരെ ഇപ്പോൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നെ റിലാക്സേഷൻ ലഭിക്കും. OBC ആകുമ്പോൾ 3 വർഷത്തെ റിലാക്സേഷൻ ലഭിക്കും. അപ്പോൾ ഫൈനലായിട്ട് വരുമ്പോൾ 33 വയസ്സ് വരെ OBCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി SC ST ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 5 വർഷത്തെ ഇളവും കൂടി ലഭിച്ചാൽ 35 വയസ്സ് വരെ SC STക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് യൂണിഫോം പോസ്റ്റുകളുടെ കാര്യമുണ്ടാകുക. ചുരുക്കത്തിൽ ചില പോസ്റ്റുകളുടെ ഏജ്, പണ്ടുള്ള പോസ്റ്റുകളുടെ ഏജ്, അതായത് ഇതിലൊക്കെയാണ് മാറ്റം വരിക. 26 വയസ്സ് വരെയുള്ള പോസ്റ്റുകളാണിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി 30 വയസ്സ്, 35 വയസ്സ്, 33 വയസ്സൊക്കെ ആയിട്ട് മാറാനായിട്ട് പോകുന്നത്. സോ ഇതിൽ നമ്മുടെ CPO ഉണ്ട്, അതുപോലെ തന്നെ വുമൺ WCPO ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഫയർമാൻ പോസ്റ്റ് ഉണ്ട്, ഫയർ വുമൺ ഉണ്ട്. അങ്ങനെ ചുരുക്കം ചില പോസ്റ്റുകൾ മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിവിടെ ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ CPO പോസ്റ്റിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും ഏജ് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഇഷ്യൂസ് ആദ്യം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നോക്കാം. ഓൾറെഡി ഏജ് ഓവറായിട്ടുള്ള 26 വയസ്സ് കഴിഞ്ഞ് 27, 28, 29 നിൽക്കുന്നവർ 4 വർഷത്തെ റിലാക്സേഷൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 30ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ചിലവർക്കെങ്കിലും ഇതിനൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും പേര് കൂടി ഇതിലേക്ക് കോമ്പറ്റീഷൻ ലെവലിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ എഴുതാൻ പോകുന്ന CPOയിലേക്ക് ഇവർ വരുത്തില്ല. അതായത് ഓൾറെഡി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ഉടനെ ഒരു കൺഫർമേഷനൊക്കെ വരാൻ പോകുന്ന CPO, സിവിൽ എക്സൈസ് ഓഫീസർ, ഇങ്ങനെയുള്ള പോസ്റ്റിനൊന്നും ഇത് വരുത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫയർഫോഴ്സിൻ്റെ ഇതിന് മുമ്പ്, അതായത് വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയാണ് മുമ്പിലേക്ക് വരാൻ പോകുന്ന പോസ്റ്റുകൾ, അതിനാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 30 വയസ്സാക്കാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് 30 ഇയേഴ്സ് ഓഫ് ഏജ് ആക്കാനായിട്ട് പോകുന്നത് അതിനാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യും, കോമ്പറ്റീഷൻ കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിമെറിറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതിന് ഗുണങ്ങളും ഉണ്ട് കേട്ടോ, അത് പറയാം. എല്ലാ വശങ്ങളും നമ്മൾ നോക്കണമല്ലോ. പിന്നെ വരുന്നത് ഒരുപാടധികം ഏജ് കൂടുമ്പോൾ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, ഒരുപാടധികം ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തുറക്കപ്പെടുന്നുണ്ടെങ്കിലും, ഇത്ര പേർക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള നിയമനം നടക്കണം എന്നുള്ളൊരു കാര്യമാണ്. നിയമനം നടന്നിട്ടില്ലെങ്കിൽ അതും ഒരു പ്രശ്നമായിട്ട്, പോരായ്മയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത് അത്രമേൽ സ്വപ്നതുല്യമായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് 26 വയസ്സിൽ ഫൈനൽ ഏജിൽ ചിലപ്പം ആ ഒരു സമയത്ത് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ പഠിക്കാൻ പ്രോപ്പറായിട്ട് പറ്റായി ഇരുന്നിട്ടുണ്ടാകാം, അല്ലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൊണ്ട് 26 വയസ്സിൻ്റെ ഇടയിൽ അവർക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു വരികയാണ്. അത് തീർച്ചയായും വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു കാര്യം നടക്കുക എന്നുള്ളത്. ഏറ്റവും ഇപ്പം ഒരാളുടെ ഏജ് കഴിഞ്ഞ് പോകുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന വിഷമം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാന്നുള്ളത് ഇതിലൂടെ തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഗുണകരമായിട്ടുള്ള, ഏജ് ഓവറായിട്ടുള്ള ഈ പോസ്റ്റിന് മാത്രം നോക്കുന്നവരാണ്, യൂണിഫോം പോസ്റ്റിന് മാത്രം നോക്കുന്നവർക്ക് ഏജ് ഓവർ ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഒരുപാട് PSC എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്. PSC എക്സാമിന് പലതിനും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഏജ് ഏകദേശം കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റിലേക്ക്, അല്ലെങ്കിൽ അവരുടെ വാച്ച് ലിസ്റ്റ്, അല്ലെങ്കിൽ അവർ നോക്കുന്ന പോസ്റ്റുകളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം പോസ്റ്റുകൾ കൂടി, അതായത് അവസരങ്ങൾ കൂടുകയാണ് അവർക്ക് എന്നും കൂടി നമുക്ക് മെറിറ്റ്സ് ആയിട്ട്, അതായത് കുറച്ചുകൂടെ അവസരങ്ങൾ അവർക്ക് കൂടി കിട്ടുക എന്നുള്ളതും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും വരുന്ന അപ്ഡേറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ, ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കൂട്ടിച്ചേർത്ത് ഇവിടെ ഒരു ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇൻഫോർമേഷൻ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക്